ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മട്ടൻ ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മസാലക്കൂട്ട് ആദ്യം റെഡിയാക്കി എടുക്കാം. അതിനാവശ്യമായിട്ടുള്ളത് മല്ലി, കുരുമുളക്, ജാതിപത്രി, ഏലയ്ക്ക ഇത്രയും നല്ലവണ്ണം ഒന്ന് ചൂടാക്കുക. നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. അത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം അതേ ജാറിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് നമ്മുടെ ഈ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത ആ മസാലയും അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങയുടെ പകുതി നീരൊഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി തൈര് ഒഴിച്ച് കൊടുക്കാം. ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മാറ്റാവുന്നതാണ്. 1 മണിക്കൂറിന് ശേഷം കുക്കർ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടിക്കാത്ത മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എരിവിന് ചേർക്കുന്നത് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പച്ചമുളക് എരിവ് ആവശ്യമുള്ളവർ പച്ചമുളകും കുരുമുളകും ഒക്കെ കൂട്ടിയെടുക്കുക. ഇനി ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല പൊടിയും മല്ലിപ്പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പച്ചമണം എല്ലാം ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പെരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുള്ളതെല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് മല്ലി, പുതിനയില ഇത്രയും കൂടെ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ വരെയാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി സ്റ്റീമെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ മട്ടൻ കറിയെല്ലാം വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അത് നമുക്ക് അങ്ങനെ തന്നെ വെച്ച് വറ്റിച്ചെടുക്കാം. നല്ല രീതിയിൽ വറ്റിക്കണമെന്നില്ല, കുറച്ച് ഗ്രേവിയോട് കൂടി ഇരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടിക്കാത്ത മസാലകളെല്ലാം ചേർത്തിട്ട് ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇതാണ് നമ്മുടെ റൈസ് വേവാനുള്ള വെള്ളത്തിൻ്റെ കണക്ക്. ഒഴിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് മല്ലിയില, പുതിനയില ഇത്ര ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി മൂടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളമെല്ലാം നല്ല രീതിയിലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസാണ്. വെള്ളമെല്ലാം പോയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി റൈസും വെള്ളവും ഒരേ ലെവലിലെത്തുമ്പോഴേക്കും ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി കാഷ്നട്ട്, കിസ്മിസ് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് മല്ലി, പുതിനയില, പൈനാപ്പിൾ എന്നിവ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ ആദ്യം പൊടിച്ച മസാലക്കൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ സമയത്ത് ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഇനി കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൻ കറി കൂടെ ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഇനി ഇത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് റൈസൊക്കെ നല്ല വെന്ത് വെള്ളമെല്ലാം വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലും കൂടെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.